പ്രാതലിന് നല്ല ചൂട് മില്ലറ്റ് ദോശയോ മില്ലറ്റ് സേമിയ പായസമോ ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായിരിക്കും അല്ലേ? വ്യത്യസ്തമായ ഭക്ഷണങ്ങളും ഒപ്പം ആരോഗ്യവും ഒരുപോലെ ലക്ഷ്യമിടുന്നവർക്കായി സംസ്ഥാന സർക്കാരിന് കീഴിൽ മില്ലറ്റ് കഫേകൾക്ക് തുടക്കം കുറിച്ചു. കൂടാതെ കർഷക സമൂഹത്തിന് കൈത്താങ്ങായി കേരള ഗ്രോ ഓർഗാനിക് സ്റ്റോറുകളും ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇന്നത്തെ നാടും നമ്മളും എന്ന പരിപാടിയിൽ കേരളത്തിലെ ആദ്യ മില്ലറ്റ് കഫേയുടെയും കേരള ഗ്രോ ഓർഗാനിക് സ്റ്റോറിന്റെയും വിശേഷങ്ങളാണ്. നാടും നമ്മളും എന്ന പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല ഭക്ഷണം നല്ല ആരോഗ്യം നൽകുന്നു. ഭക്ഷണ സംസ്കാരങ്ങൾ മാറിമറിയുമ്പോൾ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു വിപ്ലവം തീർക്കുകയാണ് മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ അഥവാ മില്ലറ്റ് ഭക്ഷണങ്ങൾ. ഇന്നത്തെ അധ്യായത്തിൽ കേരളത്തിലെ ആദ്യ മില്ലറ്റ് കഫേയുടെയും കേരള ഗ്രോ ഓർഗാനിക് എന്ന സംസ്ഥാന കാർഷിക വകുപ്പിന് കീഴിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് കേരളത്തിലെ ആദ്യത്തെ മില്ലറ്റ് കഫേയുടെയും കേരള ഗ്രോ ഓർഗാനിക് സ്റ്റോറിന്റെയും നമ്മൾ അന്താരാഷ്ട്ര മില്ലറ്റ് ഇയറായിട്ട് ആചരിക്കുകയുണ്ടായി. അതിനുശേഷം ജനങ്ങളുടെ ഇടയിലേക്ക് മില്ലറ്റ്സ് എന്താണെന്നും ചെറുധാന്യങ്ങൾ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതായി വരികയും ജനങ്ങൾ മില്ലറ്റിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് നമ്മുടെ കൃഷി വകുപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പ് മില്ലറ്റ് കഫേകളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മില്ലറ്റ് കഫേകളെക്കുറിച്ച് ചിന്തിക്കുകയും ഹരിതോദയം എന്ന ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ കൃഷി വകുപ്പിൻ്റെ ആദ്യത്തെ മില്ലറ്റ് കഫേ അനുവദിച്ചു. ഹരിതോദയം എന്ന് പറയുന്നത് ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. 400-ലധികം കർഷകരുള്ള ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയായ ഹരിതോദയത്തിന് അനുവദിച്ച മില്ലറ്റ് കഫേ ഞങ്ങൾ ഒരു 5 സ്ത്രീകൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സാണ്. ഞങ്ങൾ 5 പേരും അവിടെ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല, ഞങ്ങളവിടെ ഒരു ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ മില്ലറ്റ് കഫേ തുടങ്ങാനുള്ള കാരണം. അപ്പം ജനങ്ങളുടെ ഇടയിൽ പലപ്പോഴും ഇപ്പോഴും ഒരു ശരിയായ ധാരണയിൽ എന്താണ് മില്ലറ്റ്സുകൾ, എന്താണ് ചെറുധാന്യങ്ങൾ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല ചെറുധാന്യങ്ങൾ, ഒരുപാട് ഗുണമേന്മയുള്ള ഒരു ആഹാരം തന്നെയാണ് നമ്മുടെ ചെറുധാന്യങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ചെറുധാന്യങ്ങളെ 9 തരം ചെറുധാന്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എവിടെ പോയാലും നമുക്ക് വാങ്ങാൻ കിട്ടുന്നു, ഏത് ഷോപ്പുകളിൽ പോയാലും വാങ്ങാൻ കിട്ടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 മില്ലറ്റ്സ്, ആ 5 മില്ലറ്റ്സിനെ നമ്മൾ പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് പറയും. ഒന്നാമത് ചാമ ലിറ്റിൽ മില്ലറ്റ്, രണ്ടാമത് ഫോക്സ്റ്റെയിൽ തിന, മൂന്നാമത് വരക് കോഡോ മില്ലറ്റ്, നാലാമത് ബാർണിയാർഡ് കുതിരവാലി, 5 ബ്രൗൺ ജോ കോർലെ എന്നറിയപ്പെടുന്ന ഈ 5 മില്ലറ്റുകളാണ് പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. കൂടാതെ എല്ലാവർക്കും അറിയാം കമ്പം എന്ന് പറയുന്ന പേൾ മില്ലറ്റ്, ഹിന്ദിയിൽ അതിനെ ബാജ്ര എന്ന് പറയും. അതുകൂടാതെ സ്വർഗം, ജോവാർ, വെള്ളച്ചോളം എന്നൊക്കെ അറിയപ്പെടുന്ന
ജോവാർ മില്ലറ്റ്. ഇത് നമുക്ക് മേജർ മില്ലറ്റുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. മേജർ മില്ലറ്റുകളുടെ കൂട്ടത്തിൽ പിന്നെ ഒരു മില്ലറ്റും കൂടെ വരുന്നുണ്ട്, പനിവരകും, പ്രോസോ മില്ലറ്റ്. പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു മില്ലറ്റുണ്ട്, നമ്മുടെ എല്ലാ പേർക്കും. കാരണം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ജനിച്ചൊരു 4-5 മാസം കഴിയുമ്പോൾ മുതൽ നമ്മൾ കുറുക്കായിട്ട് കൊടുക്കുന്ന ഒരു മില്ലറ്റ്സാണ് റാഗി. അതുകൊണ്ട് റാഗിയെന്നും മുത്താറിയെന്നും കൂവരകെന്നും പറയപ്പെടുന്ന ഒരു മില്ലറ്റാണ് റാഗി. മില്ലറ്റ് കഫേയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ പാൽ, പഞ്ചസാര, ഡാൽഡ, മൈദ എന്നിവ ഉൾപ്പെടുത്താറില്ല. പകരം പിങ്ക് സോൾട്ടും ഇന്ദുപ്പുമാണ് ഇവിടെ ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുക. പഞ്ചസാരയ്ക്ക് പകരം പാം ഷുഗറും ഫ്രഷ് ക്രീമിന് പകരം തേങ്ങാപ്പാലും കശുവണ്ടിയും ചേർത്ത് അരച്ചതുമാണ് ഉപയോഗിക്കുന്നത്. മുട്ടയ്ക്കും പകരമായി വീടുകളിൽ വളർത്തുന്ന കോഴികളിൽ നിന്നും ലഭിക്കുന്ന നാടൻ മുട്ടയും നല്ല നാടൻ ചിക്കനും ഉൾപ്പെടുത്തിയ ഭക്ഷണങ്ങളും ഇവിടെ ലഭിക്കും. എന്തുകൊണ്ട് അരിയേക്കാളും ഗോതമ്പിനേക്കാളും മില്ലറ്റുകൾക്ക് സവിശേഷതകൾ കൂടുന്നു? അതിൽ ഉദാഹരണം നമുക്ക് ചാമയെടുക്കാം. നമ്മൾ ഏത് മില്ലറ്റ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പോസിറ്റീവ് മില്ലറ്റ്സ് എല്ലാം മിനിമം 6 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്യണം. സോക്ക് ചെയ്യുമ്പോൾ അത് അലുമിനിയം പാത്രത്തിലാകരുത് എന്ന് പറയുന്നുണ്ട്. മൺപാത്രത്തിലായിരുന്നാൽ ഏറ്റവും നല്ലത്. ഒരു 2-3 വെള്ളം നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം 6 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് ആ സോക്ക് ചെയ്ത കുതിർത്ത ആ വെള്ളത്തിൽ വേണം നമ്മൾ മില്ലറ്റ്സുകൾ കുക്ക് ചെയ്യാനായിട്ടും. മില്ലറ്റ്സുകൾ കുതിർത്ത വെള്ളം പുറത്തേക്ക് കളയരുതെന്ന് പറയാൻ കാരണം മില്ലറ്റ്സുകളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഫൈബറും പ്രോട്ടീനുമാണ്. അപ്പോൾ നമ്മൾ കുതിർത്ത വെള്ളം പുറത്തേക്ക് കളഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻസും പ്രോട്ടീനും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ആ കുതിർത്ത വെള്ളത്തിൽ തന്നെ മില്ലറ്റുകൾ കുക്ക് ചെയ്യുന്നത്. മില്ലറ്റുകൾ കുക്ക് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റിനകം നമുക്ക് മില്ലറ്റ് ചോറ് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മില്ലറ്റ് കൊണ്ട് ചോറ്, ബിരിയാണി, 45-ലധികം കുക്കീസുകൾ നമുക്കിന്ന് കിട്ടുന്നുണ്ട് മില്ലറ്റ്സ് കൊണ്ട്. മില്ലറ്റ്സിന് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഹണി ചേർക്കാം, ജാഗിരി ചേർക്കാം, നമുക്ക് പാം ജാഗിരി ചേർക്കാം. ഇവയെല്ലാം ചേർത്തുകൊണ്ട് കുക്കീസുകൾ. അപ്പം നമുക്ക് ഇതെല്ലാം മില്ലറ്റ്സുകളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മില്ലറ്റ്സുകൾ ഡയബറ്റിക് ഫ്രണ്ട്ലിയാണ്. എന്തുകൊണ്ട് മില്ലറ്റ്സുകൾ ഡയബറ്റിക് ഫ്രണ്ട്ലി ആകുന്നു എന്ന് ചോദിച്ചാൽ, മറ്റുള്ള ധാന്യങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. വളരെ കുറവായിട്ടുള്ള ചെറുധാന്യങ്ങളാണ് മില്ലറ്റ്സുകളെന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് തിന എടുക്കാം. നമുക്കെല്ലാവർക്കും അറിയാം തിന നമ്മൾ കിളിക്ക് കൊടുക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് തിന കിളി കഴിച്ചിട്ട് അത് വലിയ ഒബേസിറ്റി ഉണ്ടാകാത്തതും പൊണ്ണത്തടി ഉണ്ടാകാതെയൊക്കെ ചെയ്ത് നമുക്ക് തന്നെ അറിയാം. നമ്മളെ വീട്ടിലെ ലവ് ബേഴ്സൊക്കെ നല്ല സന്തോഷമായിട്ട് പാറി പറന്ന് നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണ്, സന്തോഷമുള്ള നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മില്ലറ്റ്സുകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത്. മില്ലറ്റ്സുകൾ കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ ടേസ്റ്റാണ് ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടായിക വരുമ്പോഴത്തേക്ക് നമ്മൾ മില്ലറ്റുകളെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അരിയിലേക്കും ഗോതമ്പിലേക്കും പോകുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മില്ലറ്റ് ഫുഡുകൾ നമ്മുടെ കഫേയിൽ അവൈലബിളാണ്, മറ്റ് പല സ്ഥലങ്ങളിലും അവൈലബിളാണ്. ഉദാഹരണം, നന്നായിട്ട് നമ്മുടെ സാധാരണ അരി കൊണ്ട് വെക്കുന്നേക്കാൾ നന്നായിട്ട് ചോറ് വെക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് പുട്ടുണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ മലയാളികളുടെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യവും നമുക്ക് പറ്റില്ല. നമ്മൾ വൈറ്റ് റൈസ് കൊണ്ടുള്ള പുട്ടുണ്ടാക്കുന്നതിന് പകരം നമുക്ക് മില്ലറ്റ് കൊണ്ടുള്ള പുട്ടുണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇനി നമ്മുടെ മാറി വരുന്ന ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് നല്ല മില്ലറ്റിൻ്റെ പാസ്ത ഉണ്ടാക്കി കൊടുക്കാം, ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ നമുക്ക് കുട്ടികളെ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള തരത്തിലേക്ക് നമ്മൾ ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മില്ലറ്റ് സേമിയ പായസവും
സർക്കാർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരികയും ആ പ്രോജക്റ്റ് വളരെ വലിയ സന്തോഷപൂർവ്വം ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തൊരു സംരംഭമാണ്. കാരണം ഇന്ന് നമുക്ക് പബ്ലിക് മാർക്കറ്റുകളിൽ എല്ലാവർക്കും അറിയില്ല മില്ലറ്റ്സ് എവിടെ വാങ്ങാൻ കിട്ടും, മില്ലറ്റ്സ് എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എത്രത്തോളം ഉണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു കഫേ കൃഷി വകുപ്പ് കഫേകളെക്കുറിച്ച് ചിന്തിക്കുന്നതും സംസ്ഥാനത്തുടനീളം കഫേകൾ വരുന്നതും അതിൽ കൂടി ജനങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് മില്ലറ്റ് കൊണ്ടുള്ള വിഭവങ്ങൾ, സാധാരണ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ കഞ്ഞിയും പിന്നെ നമ്മുടെ ചോറും ബിരിയാണിയും ഒക്കെ അല്ലാണ്ട് നമുക്ക് എന്തൊക്കെ കൂടുതൽ വെറൈറ്റി ആയിട്ട് നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന്. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം അവ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ രുചിയേറുന്ന വ്യത്യസ്ത ആഹാരങ്ങളും മില്ലറ്റ് കഫേയിലൂടെ രുചിച്ചു നോക്കാം. കേരള ഗ്രോ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. കേരള ഗ്രോ എന്ന് പറഞ്ഞ ഗവൺമെൻറ് ഒരു ബ്രാൻഡാണ്. കേരള ഗവൺമെൻറ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കുകയാണ് നമ്മുടെ പ്രോഡക്ട്സിനൊക്കെ വേണ്ടി. അതായത് നമ്മളോട് ആദ്യം നമ്മുടെ കേരളത്തിലുള്ള കൃഷിക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോഡക്ട്സ് വിൽക്കാൻ വേണ്ടി നമ്മളത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി. ആ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് പിന്നെ വിൽക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ആദ്യം ആമസോണിൽ തുടങ്ങിയായിരുന്നു. കേരള ഗ്രോ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ആമസോണിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ അത് ഷോപ്സ് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും 1-2 ഷോപ്പ് വെച്ച് തുടങ്ങിച്ച് ഈ പ്രോഡക്ട്സ് കേരള ഗ്രോ പ്രോഡക്ട്സ് അവിടെ ഡിസ്പ്ലേ ആൻഡ് സെയിൽസ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. കേരള ഗ്രോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, കേരള ഗവൺമെൻറ് ബ്രാൻഡഡ് പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണിത്. അത് ആ ബ്രാൻഡഡ് പ്രോഡക്ട്സ് മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാനാകത്തുള്ളൂ. നമുക്ക് മറ്റ് പ്രോഡക്ട്സ് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളൊരു ഗാർഡൻ റോസ് കൃഷിക്കൂട്ടം എന്ന് പറയുന്നത് 5 പേർ ചേർന്ന് ഒരു കൃഷിക്കൂട്ടം ഉണ്ടാക്കിയിട്ട് ആ കൃഷിക്കൂട്ടമാണ് ഈ കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പ് നടത്തുന്നത്. ഇവിടെ വയനാട്, കാസർഗോഡ്, പാലക്കാട് എല്ലാ സ്ഥലത്തു നിന്നുള്ള കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സാണ് മെയിനായിട്ടുള്ളത്. അതുകൂടാതെ ഫാമിലുണ്ടാക്കുന്ന പ്രോഡക്ട്സും ഉണ്ട്. ഇപ്പോൾ നമുക്ക് പാലക്കാട് നെല്ലിയാമ്പതി ഫാമിൽ നിന്നുള്ള സ്ക്വാഷസ് വന്നിട്ടുണ്ട്. പിന്നെ ജാം, പിക്കിള്, വയനാട്ടിൽ നിന്നുള്ള പാഷൻ ഫ്രൂട്ട്, അങ്ങനത്തെ ഐറ്റംസ്, അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഐറ്റംസ് വരാനുണ്ട്. ഇപ്പം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറേശ്ശെ ഐറ്റംസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുട്ടനാടൻ റൈസ് ഉണ്ട്, കൊടുവൻ റൈസ് ഉണ്ട്, അങ്ങനെ സ്പൈസസ് ഉണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിൽ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള മഞ്ഞൾപ്പൊടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു ഷോപ്പ്, കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു ഷോപ്പായി കേരള. രൂപം കൊള്ളുമ്പോൾ ഒരു ദിവസം ഒരാൾ വന്നിട്ട് മാത്രം പരിശീലനം കൊടുത്താൽ പോരാന്നുള്ളത് കൊണ്ട് IIMR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിലേക്കും നമ്മൾ ആളുകളെ അയച്ച് അവർക്ക് പരിശീലനം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് മില്ലറ്റുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ, നമുക്ക്
സാധാരണഗതിയിൽ മില്ലറ്റിൻ്റെ കഞ്ഞി, പുട്ട്, ഉപ്പുമാവ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എല്ലാം കഴിക്കുമ്പോൾ ഒരു ആൾക്കാർ മടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രുചികരമായ ഒരുപാട് ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരാളിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു ഞങ്ങൾ. അദ്ദേഹം പഞ്ചാബുകാരനാണ്. അദ്ദേഹം വന്നവർക്ക് പരിശീലനം കൊടുത്തിരുന്നു. അപ്പോൾ പുതിയ ഒരുപാട് ദിവസങ്ങൾ അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി വേണ്ടിയിരുന്നുള്ളതുകൊണ്ട് ഒരു സംഘത്തെ തന്നെ കൂടുതൽ ആളുകളുള്ള പരിശീലന കേന്ദ്രത്തിലേക്ക് അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഗവൺമെൻറ് ആദ്യം നമുക്ക് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ചു, കൃഷി ഉൽപ്പാദിപ്പിക്കാൻ പറഞ്ഞു, സാധനങ്ങൾ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഉദാഹരണമായിട്ട് വാഴയിൽ നിന്ന് വാഴക്കൊല ഉണ്ടാകുമ്പോൾ വാഴക്കൊല 3-4 ദിവസം ഇരിക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും. അപ്പോൾ ആ വാഴക്കൊല കൊണ്ട് നമ്മൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കും. അതായത് ബനാന ചിപ്സ് ഉണ്ടാകുന്നുണ്ട്, ബനാന പൗഡർ ഉണ്ടാകുന്നുണ്ട്, ചക്കയാണെങ്കിൽ ചക്കയുടെ പൗഡേഴ്സ് ഉണ്ടാകും, ചക്ക ചിപ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് വന്നു കഴിഞ്ഞപ്പോൾ ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് സെയിൽ ചെയ്യാൻ വേണ്ടി ഒരു മീഡിയം വേണം, ഒരു ഏരിയ വേണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ആദ്യം നമ്മൾ ആമസോൺ വഴി സെയിൽ ചെയ്യാൻ നോക്കി. ആമസോണും ഫ്ലിപ്കാർട്ടിലും നമ്മൾ ഓൾറെഡി ലിസ്റ്റഡാണ്, കേരള അഗ്രോ പ്രോഡക്ട്സ് ലിസ്റ്റഡാണ്, അതുവഴി കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ ഇച്ചിരി കൂടെ പ്രൈസസ് ഹൈ ആണ്. അതുകൊണ്ടാണ് കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. അത് ഒരു സെക്കൻഡറി ആയിട്ടാണ്, അഗ്രികൾച്ചറിൻ്റെ തന്നെ സെക്കൻഡറി കൺസെപ്റ്റ് ആയിട്ടാണ്. പ്രൈമറി കൺസെപ്റ്റ് കൃഷി ചെയ്ത് പ്രോഡക്ട്സ് ഉണ്ടാക്കുക, ആ പ്രോഡക്ട്സ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കുക, ആ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഇപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പ്രോഡക്ട്സ് സെയിൽ ചെയ്യാൻ പറ്റും. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. കൃഷിക്കൂട്ടംകാരെ കൃഷിക്കൂട്ടം വഴി ചെയ്യാൻ വേണ്ടി ഫാമേഴ്സിൻ്റെ നിന്ന് നമ്മൾ കൃഷിക്കൂട്ടം എടുത്തേച്ച് ഫാമർ പ്രൊഡ്യൂസിങ് കമ്പനിക്ക് കൊടുക്കുന്നത്. ആ പ്രൊഡ്യൂസിങ് കമ്പനി ഇത് വാല്യൂ ആഡഡ് ആക്കി കഴിഞ്ഞ് കൃഷിക്കൂട്ടത്തിന് ഇടും. അപ്പം നമ്മളൊക്കെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു സബ്സിഡി തരുന്നുണ്ട്. ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഒരു 10 ലക്ഷം രൂപയോളം നമുക്ക് ഈ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാനും പിന്നെ കട സെറ്റപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്ന് പുതിയ കാർഷിക വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.